സാംസങ്ങിന്റെ സാംസങ് S25 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് സാംസങ്ങിന്റെ ഇനി വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് S25 അൾട്രയിൽ 6.86 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം S24 അൾട്രയെക്കാളും കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ച്വൽ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പഞ്ച്വൽ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൽ വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ തിക്നെസ് വരിക 8.4 mm ആയിരിക്കും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ഇനി വരാൻ പോകുന്ന സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ മറ്റ് സാംസങ്ങിന്റെ S24 സീരീസിൽ വരുന്ന ഫോണുകളിലെ പോലെ ഇതിൽ എക്സിനോസിന്റെ പ്രോസസർ വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഫോണിൽ 16 GB റാം വരെയും 1 TB ഇന്റേണൽ വരെയൊക്കെ വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ്സിലോട്ടും വരാൻ സാധ്യതയില്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 200 MP മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. OSന്റെ സപ്പോർട്ടൊക്കെ വരും. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇത് കൂടാതെ 50 MP ടെലിഫോട്ടോ ലെൻസ് വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ 50 MP ഒരു പെരിസ്കോപ്പ് ലെൻസും വരുന്നതായിരിക്കും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം പഴയ വെർഷനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു 12 MP സെൽഫി ക്യാമറ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഫോണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ ഫോണിന്റെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരിക്കും വരിക. പിന്നെ 25 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ പഴയ വെർഷനിലും 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഒരു ഫോൺ നമുക്ക് അടുത്ത കൊല്ലം ജനുവരിയിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പം അത്യാവശ്യം കൂടിയ പ്രൈസിംഗിൽ തന്നെയായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. 1,30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിന്റെ സാംസങ് S25 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.